തിരുഹൃദയഗീതം 9-ാം ഭാഗം. മനുഷ്യ നന്മയ്ക്കായി ശുശ്രൂഷ ചെയ്യുവാൻ മാമകാരുണ്യം കണ്ടെത്തിയ ബലഹീനർ ബലിപീഠ സേവകരൻ പരിപാലനാതണലിൽ വളർന്നിടട്ടെ. ഹൃദയങ്ങളെല്ലാം നിറയ്ക്കട്ടെ മാമക കൃത്തിൻ്റെ മുമ്പിൽ വിനയപൂർവം. സ്നേഹം തുടിക്കുന്ന സ്വർഗീയ താതൻ്റെ ദാഹം ശമിക്കാൻ ത്രസിച്ചിടട്ടെ. പുത്രനാമെൻ്റെ ഹൃദയം മനുഷ്യരിൽ എത്രയോ നന്മകൾ നൽകിയിടുന്നു. ദൈവപിതാവിൽ മറഞ്ഞു വസിക്കുന്ന ദിവ്യവചസ്സായ ആത്മജാതൻ പിതൃസദൃശൻ പിതാവിങ്കൽ നിന്നുള്ള പ്രകാശധാരയ സത്തതൻ്റെ പ്രതിച്ഛായയാണ് ഞാനെൻ ഹൃദയത്തിന്. പ്രതിബന്ധതാപൂർവമർപ്പിക്കുവിൻ നിങ്ങളെ നിങ്ങൾ തൻ മക്കളെ, വീട്ടിലെ അംഗങ്ങളെ, ബന്ധുമിത്രങ്ങളെ, സ്വന്തം മനസ്ഥരെ, മറ്റു മതസ്ഥരെ, മാലോകമക്കളായ എല്ലാരെയും മാമഹാത്മാവെന്നും ശുദ്ധീകരിക്കുന്നു. മനുഷ്യ മക്കളെ സ്നേഹപൂർവം മമഗാത്രമറ്റോര കഠിനപ്രഹരങ്ങൾ മാനവമോചന ശക്തിയായി എൻ്റെ ചോര തുള്ളി പാനം ചെയ്യുന്നോരിൽ എങ്ങും സഹിക്കുന്ന ലഹരിയല്ലോ. എൻ്റെ ചങ്കിൽ നിന്നൊഴുകിയ തൂവെള്ളം എന്നും കഴുകുന്നു മർത്യപാപം. കനിയുന്നു വൻധൈര്യം നരരോ കനിയുന്നു എൻ ധൈര്യം കണ്ണ് കാണാനില്ല. ദൈവമേ, കനിയുന്നു വൻധൈര്യം നരരാശിയിൽ പഞ്ചക്ഷതങ്ങളോ പകർന്നു മക്കളിൽ. പശ്ചാത്താപിക്കുവാൻ വിനയശീലം എന്നും പിരിയാതെ എന്നിൽ വസിക്കാൻ.
മന്നിടവാസികൾ യോഗ്യരാവാൻ ദുഷ്ടപിശാചിനെ പായിക്കുമെൻ. വരവൃഷ്ടിയാൽ അവരെല്ലാം ധന്യരാം. ആജീവനാന്തമെൻ നരുമക്കീടങ്ങളായി അവരെന്നുമെന്നും പരിലസിക്കാൻ. മരണനേരത്തൻ്റെ സവിശേഷ കാരുണ്യ കിരണങ്ങളവരിൽ നിപതിച്ചിടാൻ. മാമക ഹൃദയത്തിൻ ഭക്തവിശ്വാസികൾ മാലാഖമാർ പോലെ ശോഭിച്ചിടും. ദുഷ്ടൻ്റെ ഉപദേശം കേൾക്കാതിരിക്കുക, ദുർമാർഗ സഞ്ചാരം വർജിക്കുക. രാപ്പകലൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് രാജിക്കൂ മക്കളെ മന്നിടത്തിൽ. രാപ്പകലൻ്റെ പ്രമാണങ്ങൾ പാലിച്ചു രാജിക്കൂ മക്കളെ മന്നിടത്തിൽ. പരിവർജിച്ചിടുക പരദൂഷകന്മാരെ, പരിപാലിച്ചിടുക ഈ കൽപ്പന. അങ്ങനെ ചെയ്യുന്നു ഫലപൂർണരായിടും. ആറ്റുതീരത്തെ മരങ്ങൾ പോലെ മാമക കൽപ്പന യതിലംഘിക്കുന്നവർ മറയുന്നു കാറ്റേറ്റ പതിരു പോലെ. പേറുക എന്നുകം പെരിയ മോദത്തോടെ, പോരുക എൻ പിന്നിൽ കുരിശുമേന്തി. ഇരുളിങ്കൽ വീശുന്ന പൂങ്കിരണം പോലെ കരുതുക ഗുരുമൊഴി പ്രിയ ശിഷ്യരെ. മറുലോകത്തിൻ്റെ മധുരജ്വലനങ്ങൾ മന്നീതിനേകുന്നു പുതുചേതന. നിറയുന്നു കണ്ണുനീർ പാപികളകിലവും, നിർവൃതി കൊള്ളുന്നു മരണശേഷം. മൃതലോകം മായുന്നു ചൈതന്യ സമ്പത്ത്, മൃതലോകം മായുന്നു ചൈതന്യ സമ്പന്ന. പുതുലോകം പുളകങ്ങൾ ചാർത്തിയിടുന്നു. മാനവർ പുതുമന്ന തിന്നുന്നയത് കണ്ട് വാനവർ വിസ്മയം പൂണ്ടിടുന്നു. കുടിലരാം മാനസർ സജ്ജീകരിക്കുമ്പോൾ കുരിശിൻ്റെ കാന്തി വർദ്ധിച്ചിടുന്നു. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്. അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലത്തുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്. അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും. അപ്പോൾ എൻ്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ സ്നേഹത്തോടെ നോക്കിയാൽ എല്ലാം മനോഹരമാണ്.
ദേഷ്യത്തോടെ നോക്കിയാൽ എല്ലാം കുറ്റങ്ങളാണ്. നോക്കിക്കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ് മറ്റൊരാളുടെ നന്മയും തിന്മയും. മനുഷ്യർ പലപ്പോഴും മനസ്സിലാക്കപ്പെടാതെ പോകുന്നത് അന്യരുടെ ഇടയിലല്ല, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഇടയിലാവും. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കേണ്ട മനുഷ്യർ മനസ്സിലാക്കുമെന്ന് നമ്മൾ അങ്ങേയറ്റം ഉറച്ചു വിശ്വസിച്ചവർ അത് ചെയ്യാതെ വരുമ്പോൾ ആരും നിസ്സഹായരായി പോകും. ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ എത്രയോ വലിയ വേദനയാണ് സ്വന്തമെന്ന് കരുതിയവരുടെ ഇടയിലായിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോകുന്നത്. അപരിചിതരുടെ അവഗണനയെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ഒരു മണത്തരി പോലെ തട്ടിമാറ്റി കളയാം. പ്രിയപ്പെട്ടവരിൽ നിന്നാകുമ്പോൾ അതൊരു കത്തിമുന പോലെ മനസ്സിലേക്ക് തുളച്ചു കയറും. ഏറ്റവും പ്രിയപ്പെട്ടവരോട് മനുഷ്യർ സംസാരിക്കുന്നത് വെറും വാക്കുകൾ കൊണ്ടല്ല, വാക്കുകൾക്കപ്പുറമുള്ള സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. ആ ഭാഷ മനസ്സിലാക്കാൻ അവർ തയ്യാറാകാതിരിക്കുമ്പോൾ ആരും തകർന്നു പോകും. ആ സങ്കടം അവർക്ക് മറ്റൊരാളോട് പറയാനും കഴിയില്ല. സങ്കടം പറയാൻ ആശ്രയമായ മനുഷ്യർ തന്നെ സങ്കടപ്പെടുത്തിയാൽ പിന്നെ ആരോടാണ് അത് പങ്കുവയ്ക്കുന്നത്? പ്രിയപ്പെട്ടവരുടെ ഇടയിൽ ജീവിക്കുമ്പോഴും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന മനുഷ്യരുടെയൊക്കെയും ഇലകൾ ഉണങ്ങിപ്പോയ ഒരു വൃക്ഷം പോലെയാണ്. വേരുകൾ മണ്ണിലുണ്ടെങ്കിലും ജീവൻ്റെ പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയ വൃക്ഷങ്ങൾ. സ്നേഹിക്കപ്പെടുന്നതിലല്ല, സ്നേഹിക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കുന്നതിലാണ് മൂല്യം. ലോകം മുഴുവൻ അവരെ വിശ്വസിച്ചാലും പ്രിയപ്പെട്ട ഒരാളുടെ ചേർത്ത് നിർത്തൽ മതി ആ മനുഷ്യന് ജീവശ്വാസമാകാൻ. കടപ്പാട്. ജയേഷ്, മൈനാഗപ്പള്ളി. ദീപു എന്ന കർഷകൻ നല്ലൊരു ചിന്ത. ദീപു എന്ന കർഷകൻ പാടത്ത് പണി ചെയ്ത് ക്ഷീണിച്ചപ്പോൾ അടുത്ത് കണ്ടൊരു വൃക്ഷത്തിൻ്റെ തണലിലിരുന്നു. നല്ല തണൽ. അയാൾ അല്പസമയം അവിടെ കിടന്നു. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഉടമയായ ധനികൻ അവിടെ വന്ന് അയാൾ പറഞ്ഞു, ഈ മരം എൻ്റേതാണ്, അതുകൊണ്ട് തണലും എൻ്റേതാണ്. ദീപു പറഞ്ഞു, മരം നിങ്ങളുടേതായിരിക്കാം, പക്ഷേ തണൽ പ്രകൃതിദത്തമാണ്, ആരുടെയും സ്വന്തമല്ല. എന്നാൽ അത്യാഗ്രഹിയായ ആ ധനികനത് സമ്മതിച്ചില്ല. അവസാനം പറഞ്ഞു, നിങ്ങൾക്കിവിടെ ഇരിക്കണമെങ്കിൽ 5 സ്വർണ്ണ നാണയം തരണം. അപ്പോൾ ഈ തണൽ നിൻ്റേതാകും. നിനക്ക് എപ്പോൾ വേണമെങ്കിലും തണലിലിരിക്കാം. ദീപു 5 സ്വർണ്ണ നാണയത്തിന് ആ തണൽ അയാളോട് എഴുതി വാങ്ങിച്ചു. എന്നാൽ ഉച്ചസമയം കഴിഞ്ഞപ്പോൾ ആ തണൽ ആ ധനികൻ്റെ വീടിൻ്റെ വരാന്തയിലും മുറികളിലുമായി. ദീപു വീടിൻ്റെ വരാന്തയിലിരുന്ന് വീട്ടുടമ അത് സമ്മതിച്ചില്ല. പക്ഷേ താൻ വില നൽകി എഴുതി വാങ്ങിയ തണൽ തനിക്കുള്ളതാണെന്ന് അവകാശപ്പെട്ടു. അടുത്ത ദിവസം ദീപു കുറച്ച് ജോലിക്കാരുമായി അവിടെ വന്നു. ഉച്ചകഴിഞ്ഞ് അവരെല്ലാവരും കൂടി ആ വീട്ടുടമയുടെ വീട്ടിൽ വിശ്രമിക്കുവാൻ തുടങ്ങി. ഉടമയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവസാനം അയാൾ പറഞ്ഞു, നീ നൽകിയ 5 സ്വർണ്ണ നാണയം ഞാൻ തിരികെ നൽകുന്നു, ദയവായി ഉപദ്രവിക്കരുത്. ദീപു പറഞ്ഞു, എൻ്റെ തണലിൻ്റെ വില 5 സ്വർണ്ണ നാണയമല്ല, ഈ തണൽ തിരികെ വേണമെങ്കിൽ 500 സ്വർണ്ണ നാണയം നൽകണം. അവസാനം നിവൃത്തിയില്ലാതെ വീട്ടുടമ 500 സ്വർണ്ണ നാണയം നൽകി നിഴൽ തിരികെ വാങ്ങി. അങ്ങനെ പ്രകൃതിദത്തമായി തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വിൽക്കുവാനുള്ളതല്ലെന്ന് പാഠം ആ ധനികൻ മനസ്സിലാക്കി. പ്രകൃതിദത്തമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളൊക്കെയും വിറ്റ് പണമാക്കുന്ന അനേകം മനുഷ്യർ ഇക്കാലത്തുണ്ട്. ആ വീട്ടുടമയ്ക്ക് അയാളുടെ വീട് തന്നെ നഷ്ടമായതുപോലെ പ്രകൃതി വിഭവങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നവർ തങ്ങൾക്കും സമൂഹത്തിനും എത്ര വലിയ വിപത്താണ് വരുത്തി വയ്ക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മാനവ സമൂഹത്തിനെ മാത്രമല്ല, ഈ ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും അനിവാര്യമാണ്. യാതൊരു കരുതലും ഇല്ലാതെ വൃക്ഷങ്ങൾ വെട്ടിനശിപ്പിക്കുന്നവരാണ് അനേകരും. അതിൻ്റെ ദുരന്തഫലങ്ങൾ ഇന്ന് നാമും തലമുറയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിസ്ഥിതി പ്രവർത്തകർ വൃക്ഷത്തെ
വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുവാൻ സമൂഹത്തെ ആഹ്വാനം ചെയ്യുന്നത്. വൃക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വൈവിധ്യമാർന്ന പ്രകൃതിയെ യാതൊരു വിധത്തിലും നശിപ്പിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയണം. മുലക്കരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1800-കളിലെ തിരുവിതാംകൂറിൽ അന്നത്തെ സമൂഹത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നു. മറച്ചാൽ നികുതി അടയ്ക്കണം. മുലക്കരം ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് പോലും വില നിശ്ചയിച്ചിരുന്ന ഒരു കാലഘട്ടം. പക്ഷെ ആ കാലത്ത് ഒരു സ്ത്രീ തലകുലിക്കാൻ ഒരുങ്ങിയിരുന്നില്ല. അവളുടെ പേര് നങ്ങേലി. അവൾ മാറുമറച്ചു. അതൊരു വസ്ത്രം മാത്രമായിരുന്നില്ല, അത് ആത്മാഭിമാനത്തിന്റെ അടയാളമായിരുന്നു. വൈകാതെ രാജാവിന് നികുതി പിരിവുകാർ അവളുടെ വീട്ടിലും എത്തി. നികുതി കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. നങ്ങേലി അകത്തേക്ക് നടന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവൾ പുറത്തേക്ക് വന്നു. കയ്യിൽ ഒരു തൂശനില, അതിൽ സ്വന്തം മാറ്. മൂർച്ചയുള്ള അരിവാൾ കൊണ്ട് സ്വന്തം ശരീരം മുറിച്ച് അവൾ പറഞ്ഞു, ഇതാണോ നിങ്ങൾ ചോദിച്ച നികുതി? ചോര വാർന്ന് വൈകാതെ നങ്ങേലി മരിച്ചു. പക്ഷെ കഥ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവളുടെ ഭർത്താവ് തകർന്ന ഹൃദയത്തോടെ അവളുടെ ചിതയിലേക്ക് ചാടി മരിച്ചു. സ്നേഹവും പ്രതിഷേധവും ഒരേ തീയിൽ കത്തിത്തീർന്നു. ചേർത്തലയിൽ ഇന്നും അവൾ ജീവിച്ചിരുന്ന സ്ഥലം മുലച്ചിപ്പറമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അവളുടെ മരണം കഴിഞ്ഞ് മുലക്കരം പിൻവലിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ അല്പമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ചിലർ ചരിത്രത്തിൽ പന്തങ്ങളായി കത്തിത്തീർന്നത് കൊണ്ടാണ്. സ്ത്രീകൾ ജീവിച്ചത് അവരുടെ ജീവിതത്തിനല്ല, വരാനിരിക്കുന്ന തലമുറയുടെ മാന്യതയ്ക്ക് വേണ്ടിയായി. നായി ഒരുമിച്ച് പ്രഗ്നന്റ് ആയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒപ്പമുള്ള യാത്രയിൽ പിന്നിലായാൽ ഒന്ന് മുന്നോട്ട് നോക്കാം. വേണ്ടവർ നമ്മളെ കാത്തു നിൽക്കും, വേണ്ടാത്തവർ വീണ്ടും നടക്കും. ഒട്ടും വിട്ടുകളയാൻ പറ്റാത്തവർ നമുക്കരികിലേക്ക് നടക്കും. ഒരു മനോഹരമായ വനത്തിൽ ഒരു ചെറിയ പക്ഷി ജീവിച്ചിരുന്നു. അതൊരു ഉയർന്ന മരത്തിന്റെ കൊമ്പിൽ അതിന്റെ കൂട് കൂട്ടിയിരുന്നു. അതായിരുന്നു അതിന്റെ വീടും ആശ്വാസവും അഭയകേന്ദ്രവും. അവിടെ ഇരുന്ന് അത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തി പാടുകയും ചെയ്ത് വളരെ സംതൃപ്തിയോടെ ജീവിച്ചു പോന്നു. ഒരു ദിവസം പെട്ടെന്ന് ഒരു ശക്തമായ കൊടുങ്കാറ്റ് വീശിയടിച്ചു. മരങ്ങൾ ആടി ഉലയാൻ തുടങ്ങി. കൊമ്പുകൾ ശക്തമായി വിറച്ചു. കഞ്ചിമ്മുന്ന നേരം കൊണ്ട് ആ പക്ഷിയുടെ കൂട് തകർന്ന് താഴെ വീണു. ചുള്ളിക്കമ്പുകൾ ചുറ്റുപാടും തെറിച്ചു. നിമിഷങ്ങൾക്കകം തന്നെ അതിന്റെ വീടില്ലാതായി. പക്ഷി അതീവ ദുഃഖിതയായി തീർന്നു. അതിന്റെ ഹൃദയത്തിൽ വിചിത്രമായൊരു വേദന രൂപപ്പെട്ടു. അത് സ്വയം പറഞ്ഞു, എന്റെ ദൈവമേ, എന്തിനാണ് എന്റെ വീട് തന്നെ തകർത്തത്? ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരുന്നല്ലോ. എന്നിട്ടും എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ദിവസങ്ങളോളം അത് മൗനം പാലിച്ചു. മുൻപത്തെ പോലെ പറക്കാനോ ചിറകടിച്ചുല്ലസിക്കാനോ അതിന് മനസ്സ് വന്നില്ല. അതിന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ പരിഭവം വേരൂന്നി തുടങ്ങി. പക്ഷിയുടെ ഈ സങ്കടാവസ്ഥ കണ്ട് സർവശക്തനായ ദൈവം ഒരു മാലാഖയെ അതിന്റെ അടുക്കലേക്ക് അയച്ചു. മാലാഖ അതിന്റെ അടുത്തെത്തി സൗമ്യമായി ചോദിച്ചു, പക്ഷിയെ, നീ എന്താണ് ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നത്? പക്ഷി ഭാരമേറിയ ഹൃദയത്തോടെ മറുപടി നൽകി, എനിക്കൊരു ചെറിയ കൂടുണ്ടായിരുന്നു. അതായിരുന്നു എന്റെ അഭയം. കാറ്റ് വന്ന് എല്ലാം എന്നിൽ നിന്ന് പിടിച്ചെടുത്തു. ഞാനിപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു. മാലാഖ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ദൈവത്തിന്റെ കാരുണ്യം നിന്റെ ചിന്തകൾക്കും അപ്പുറമാണ്. നിനക്ക് എന്താണ് സംഭവിക്കാനിരുന്നതെന്ന് നിനക്കറിയാമോ? അന്ന് രാത്രി ഒരു പാമ്പ് നിന്റെ കൂട്ടിലേക്ക് ഇഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. നീ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിന്റെ ജീവന് തന്നെ ഭീഷണിയായേനെ. നിന്നെ വേദനിപ്പിക്കാനല്ല, മറിച്ച് നിന്റെ ജീവൻ രക്ഷിക്കാനാണ് ദൈവം ആ കാറ്റിനെ അങ്ങോട്ട് അയച്ചത്. ഇത് കേട്ടതോടെ പക്ഷിയുടെ ഹൃദയം അലിഞ്ഞു. തന്റെ ചിന്തകളെ ഓർത്ത് അതിന് തന്നെ ലജ്ജ തോന്നി. അതിങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, ബാഹ്യമായ നഷ്ടം മാത്രമാണ് ഞാൻ കണ്ടത്. നിന്റെ ദിവ്യമായ ജ്ഞാനം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണമേ. അതോടെ അത് തന്റെ ചിറകുകൾ വിടർത്തി ആകാശത്തിലേക്ക് പറന്നുയരുകയും മുൻപത്തേക്കാൾ മനോഹരമായി പാട്ടുപാടാൻ തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ അതിന്റെ ഹൃദയത്തിൽ യാതൊരു പരാതിയുമില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ നിരാശപ്പെടുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ ഈ പ്രപഞ്ചം കാരുണ്യം നിറഞ്ഞ
വലിയൊരു ദിവ്യജ്ഞാനത്തിലാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും ശുഭദിനം. ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ കഠിനമായി പരിശ്രമിച്ച് ഒരു ഫാം ഹൗസ് സ്വന്തമാക്കി. അയാൾ അത് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ കഥ അതിന് നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു താപസൻ ഉണ്ടായിരുന്നു. പേര് മരുഭൂമിയിലെ അന്തോണി. ബ്രഹ്മചര്യത്തിൽ അത്യന്തം കർശനൻ. സ്ത്രീകളെ കണ്ടാൽ പോലും അദ്ദേഹം വഴിമാറിപ്പോകും. അവരെ കാണാതിരിക്കുക തന്നെയാണ് വിശുദ്ധി എന്ന് അദ്ദേഹം കരുതി. ഒരു ദിവസം മരുഭൂമിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വെള്ളം കോരി വരുന്ന ചില സ്ത്രീകൾ എതിരെ വരുന്നത് അദ്ദേഹം കണ്ടു. പതിവ് പോലെ അദ്ദേഹം വീണ്ടും വഴിമാറാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീ കുപിതയായി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: താപസ, അങ്ങ് വഴിമാറി പോകരുത്. ഞങ്ങളുടെ മിഴികളിലേക്ക് നോക്കാൻ അങ്ങ് പഠിക്കുക. ഞങ്ങൾ സ്ത്രീകളാണെന്ന് ഞങ്ങളെപ്പോലും ഓർമ്മിപ്പിക്കാത്ത വിധത്തിൽ. ആ വാക്കുകൾ അന്തോണിയുടെ ഹൃദയത്തിലാണ് തറച്ചത്. അദ്ദേഹം അന്ന് മനസ്സിലാക്കി, സ്ത്രീയെ ഒഴിവാക്കുന്നതല്ല വിശുദ്ധി, അവളെ മനുഷ്യനായി കാണുന്നതാണ് യഥാർത്ഥ വിശുദ്ധി. ഒരു സ്ത്രീ പുരുഷനോട് 1920s അൽവാറിലെ മഹാരാജാവ് ജയ്സിംഗ് ലണ്ടനിലെ ഒരു ആഡംബര റോൾസ് റോയ്സ് ഷോറൂമിലേക്ക് നടന്നു ചെന്നു. എന്നാൽ രൂപത്തിൽ അദ്ദേഹത്തെ കണ്ടാൽ ഒരു രാജാവിനെ പോലെ തോന്നിയിരുന്നില്ല. സാധാരണ വസ്ത്രം ധരിച്ച അദ്ദേഹം മറ്റൊരു സാധാരണ സന്ദർശകനെ പോലെയാണ് കാണപ്പെട്ടത്. ബ്രിട്ടീഷുകാരനായ സെയിൽസ്മാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി. ഒരു നിമിഷം കൊണ്ട് അയാൾ തന്റെ വിധി പ്രസ്താവന നടത്തി. ഇയാൾ പാവപ്പെട്ടവനും ആരും ശ്രദ്ധിക്കേണ്ടാത്തവനുമായ ഒരാളാണെന്ന് അയാൾ ഉറപ്പിച്ചു. അയാൾ മഹാരാജാവിനെ പരിഗണിക്കാൻ കൂട്ടാക്കിയില്ല. ഒരു അഭിവാദനമോ ബഹുമാനമോ നൽകിയില്ല എന്ന് മാത്രമല്ല, മൗനമായി അദ്ദേഹത്തെ അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്തു. മഹാരാജാവ് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം തർക്കിക്കാനോ പ്രതിഷേധിക്കാനോ താൻ ആരാണെന്ന് വെളിപ്പെടുത്താനോ നിന്നില്ല. പകരം തികഞ്ഞ നിശബ്ദതയോടെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. ഹോട്ടലിൽ തിരിച്ചെത്തിയ മഹാരാജാവ് ജയ്സിംഗ് തന്റെ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞു. പട്ടുതുണികളും വിലപിടിപ്പുള്ള ആഭരണങ്ങളും ധരിച്ച് അദ്ദേഹം ഒരു യഥാർത്ഥ രാജാവായി മാറി. തുടർന്ന് അൽവാറിലെ ഭരണാധികാരി ഷോറൂം സന്ദർശിക്കുന്നുണ്ടെന്ന സന്ദേശം അദ്ദേഹം അവിടെ അറിയിച്ചു. അദ്ദേഹം അവിടെ എത്തിയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം പാടെ മാറിയിരുന്നു. കുറച്ചു മുമ്പ് അദ്ദേഹത്തെ അവഗണിച്ച അതേ ജീവനക്കാർ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന ആദരവ് നൽകുന്നതിനായി വരിവരിയായി കാത്തു നിൽക്കുകയായിരുന്നു. ചുവന്ന പരവതാനി വിരിച്ചു. അന്തരീക്ഷമാകെ ബഹുമാനം, ഒപ്പം ഒരുതരം പരിഭ്രാന്തിയും നിറഞ്ഞു വന്നു. ഇത്തവണ ഒരു രാജാവ് അർഹിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ച രീതിയിലാണ് മഹാരാജാവ് സ്വീകരിക്കപ്പെട്ടത്. ദേഷ്യം പ്രകടിപ്പിക്കുകയോ ശബ്ദമുയർത്തുകയോ ചെയ്യാതെ പിന്നീട് ചരിത്രമായി മാറിയ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. തികഞ്ഞ ശാന്തതയോടെ ആ ഷോറൂമിലുണ്ടായിരുന്ന മുഴുവൻ റോൾസ് റോയ്സ് കാറുകളും അദ്ദേഹം ഒന്നിച്ചു വാങ്ങി. അതിനുള്ള മുഴുവൻ തുകയും അവിടെ വെച്ച് തന്നെ പണമായി നൽകുകയും ചെയ്തു. ജീവനക്കാർ അന്തിച്ചുപോയി. കമ്പനിയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടത്തിന്റെ നിമിഷമായി തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ശക്തമായ പാഠത്തിന്റെ തുടക്കമായിരുന്നു. ഈ കാറുകൾ ഇന്ത്യയിൽ എത്തിച്ചു. എന്നാൽ അവയെ ആഡംബര പ്രതീകമായി ഉപയോഗിക്കുന്നതിന് പകരം മഹാരാജാവ് ഒരു ഞെട്ടിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ 6 റോൾസ് റോയ്സുകളും മാലിന്യ വണ്ടികളാക്കി മാറ്റാൻ അദ്ദേഹം അൽവാർ മുനിസിപ്പാലിറ്റിക്ക് നിർദ്ദേശം നൽകി. എഞ്ചിനീയറിംഗിന്റെ അത്ഭുതങ്ങളും പദവിയുടെയും സമ്പത്തിന്റെയും പ്രതീകങ്ങളുമായിരുന്ന ആ വണ്ടികളിൽ ചവറ്റുകുട്ടകൾ ഘടിപ്പിച്ചു. തെരുവുകളിലെ മാലിന്യങ്ങൾ ശേഖരിക്കാൻ അവയെ നിയോഗിച്ചു. താമസിക്കാതെ ഈ വമ്പൻ വണ്ടികൾ മാലിന്യങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രചരിക്കുകയും ലണ്ടനിലും എത്തുകയും ചെയ്തു. അതിന്റെ ആഘാതം പെട്ടെന്നായിരുന്നു. അതുവരെ പ്രൗഢിക്കും പദവിക്കും പേരുകേട്ടിരുന്ന ആ ബ്രാൻഡിന്റെ അന്തസ്സിന് വലിയ കോട്ടം തട്ടി. തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലാക്കിയ റോൾസ് റോയ്സ് കമ്പനി ഉടൻ തന്നെ ഇടപെട്ടു. അവർ മഹാരാജാവിന് ഹൃദയംഗമമായ മാപ്പപേക്ഷിച്ച് ടെലിഗ്രാം അയക്കുകയും പകരം 6 പുതിയ റോൾസ് റോയ്സ് കാറുകൾ സൗജന്യമായി നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. മഹാരാജാവ് ആ മാപ്പപേക്ഷ സ്വീകരിച്ചു. അങ്ങനെ ആ റോൾസ് റോയ്സ് കാറുകളെ മാലിന്യവണ്ടികളായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഒരൊറ്റ ദേഷ്യപ്രകടനം പോലും ഇല്ലാതെ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഒരാളുടെ ബഹുമാനം നിർണ്ണയിക്കുന്നത് അയാളുടെ ബാഹ്യരൂപമല്ല, ആളുകളെ വളരെ വേഗം വിലയിരുത്തുന്നവർ. ഒരു ദിവസം പോലും
എൻ്റെ ഈശോയെ മറഞ്ഞ് പോകാതിരിക്കട്ടെ, എൻ്റെ ഈശോയെ മറഞ്ഞു പോകാതിരിക്കട്ടെ, എന്നിൽ നിന്ന് നീയും നിന്നിൽ നിന്ന് ഞാനും. ഒരമ്മയ്ക്ക് തന്റെ 2 വയസ്സുള്ള ഏക മകനെ ചൈനയിലെ ഒരു ഹോട്ടലിന് പുറത്തു വെച്ച് കാണാതാകുന്നു. തന്റെ മകനെ തേടി ചൈനയിലെ വിവിധ ഭാഗങ്ങളിൽ ആ അമ്മ അലഞ്ഞത് 1 അല്ല 2 അല്ല 32 വർഷങ്ങൾ. 1988 ഒരു അമ്മയുടെ ലോകം പെട്ടെന്ന് ശൂന്യമായി. ലീ ജിങ്ഷിയുടെ 2 വയസ്സുള്ള മകനെ ചൈനയിലെ ഒരു ഹോട്ടലിന് പുറത്തു വെച്ചാണ് കാണാതാകുന്നത്. ചൈനയിലെ 20-ലധികം പ്രവിശ്യകളിൽ 100 കണക്കിന് പട്ടണങ്ങളിൽ തന്റെ മകനെ കുറിച്ചുള്ള ലഘുലേഖകൾ വിതരണം ചെയ്ത് ആ അമ്മ അലഞ്ഞു നടന്നു അവനെ തേടി. തന്റെ മകൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചൈനയിലുടനീളം 32 വർഷങ്ങൾ എത്രയേറെ കിലോമീറ്ററുകൾ ആ അമ്മ സഞ്ചരിച്ചു. 2020 ആ വിസ്മയം നടന്നത്. കടന്നുപോയ വസന്തങ്ങൾക്കും ശിശിരങ്ങൾക്കും അവസാനം ചൈനീസ് പോലീസ് ആധുനിക DNA ടെക്നോളജിയുടെ സഹായത്താൽ ലീ ജിങ്ഷിയുടെ മകനെ കണ്ടെത്തുകയാണ്. 100 കണക്കിന് മൈലുകൾക്കപ്പുറം അവനെ തട്ടിക്കൊണ്ടുപോയവരിൽ നിന്നും പണം കൊടുത്തു വാങ്ങി വളർത്തിയ കുടുംബത്തിനൊപ്പം അവനെ കണ്ടെത്തുകയാണ്. അവരുടെ പുനഃസമാഗമം വളരെ മനോഹരമായിരുന്നു. ചൈന സെൻട്രൽ ടെലിവിഷൻ തത്സമയ സംപ്രേഷണമൊക്കെ നടത്തി. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അയാൾ അവളുടെ കൈകളിലേക്ക് ഓടിക്കയറുന്നു. അമ്മയും മകനും അച്ഛനും എല്ലാവരും ഒരുമിച്ച് കരയുകയാണ്. കാത്തിരിപ്പിന്റെ, വേദനകളുടെ, നിരാശയുടെ കഥകളിൽ നിന്ന് വൈകാരികതയുടെ, സന്തോഷത്തിന്റെ അശ്രുക്കൾ പൊഴിഞ്ഞ അതിമനോഹരമായ ഒത്തുചേരൽ. മാതാപിതാക്കളുടെ സ്നേഹം കാലക്രമേണ. കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. 2:30 മണിയായി. പോയിക്കോളൂ. സന്തോഷമായി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇതിനു മുന്നിലെ മകനെ കാണാതായ അമ്മയുടെ കഥ വായിച്ചപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിച്ച് തിരഞ്ഞ് അവസാനം 32 കൊല്ലങ്ങൾക്ക് ശേഷം ആ മകനെ കണ്ടുകിട്ടുന്നു. ചിലപ്പോൾ എനിക്ക് ചിരി വരും. ജീവിച്ചിരിപ്പില്ല എന്ന് പൂർണ്ണ അറിവുള്ള എൻ്റെ അങ്കിളിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ തേടിയുള്ള യാത്ര. ഇപ്പോൾ എനിക്ക് 66 വയസ്സായി. എൻ്റെ 5 വയസ്സിന് ശേഷം തൊട്ടുള്ള മരിച്ചുപോയ എൻ്റെ അങ്കിളിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ആത്മാവിനെ തേടിയുള്ള യാത്ര ഇന്നും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്. രണ്ട് വയസ്സിൽ നഷ്ടപ്പെട്ട മകനു വേണ്ടി ഉള്ള അമ്മയുടെ യാത്ര, 32 വയസ്സിൽ കണ്ടുകിട്ടിയ ആ അമ്മയുടെ കഥയല്ല ഉണ്ടായത്. 33 വയസ്സിൽ ക്ഷയരോഗം ബാധിച്ച് വൈദികനാവാൻ കഴിയാതെ മരിച്ചുപോയ എൻ്റെ അങ്കിളിനെ തേടിയുള്ള എൻ്റെ അങ്കിളിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെയും ആത്മാവിനെ തേടിയുള്ള നിത്യതയിലേക്ക് എത്തിച്ചേർന്ന ആ ആത്മാവിനെ
ആത്മാവിൻ്റെ ശക്തിയെയും തേടിയുള്ള യാത്ര ഇന്നും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.